ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് മിൽഡ്രഡ് പാർട്ടൻസിൻ്റെ സ്റ്റേജസ് ഓഫ് പ്ലേയെക്കുറിച്ചാണ്. മിൽഡ്രഡ് പാർട്ടൻസ് ഐഡൻറ്റിഫൈ ദ 6 സ്റ്റേജസ് ഓഫ് ചിൽഡ്രൻസ് പ്ലേ ഡെവലപ്മെൻറ്റ്. അതായത് 6 സ്റ്റേജായിട്ടാണ് മിൽഡ്രഡ് പാർട്ടൻസ് സ്റ്റേജസ് ഓഫ് പ്ലേയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ സ്റ്റേജസ് ഷോ ഹൗ ദ ചിൽഡ്രൻ പ്ലേ മൂവ് ഫ്രം ബീയിങ് എലോൺ ടു പ്ലേയിങ് കോപ്പറേറ്റ്ലി വിത്ത് അതേഴ്സ്. അതായത് ഒറ്റയ്ക്ക് കളിക്കുന്നതിൽ നിന്നും ഒരു കുഞ്ഞ് എങ്ങനെ കോപ്പറേറ്റായി, അതായത് മറ്റുള്ളവരുമായി പങ്കുചേർന്ന് കളിക്കുന്നതിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജസാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തതാണ് അൺഒക്കുപ്പൈഡ് പ്ലേ എന്ന് പറയുന്നത്. ദ ചൈൽഡ് ഈസ് നോട്ട് പ്ലേയിങ്, ദേ മേ ലുക്ക് അറൗണ്ട്, ഡേ ഡ്രീം ഓർ ഷോ നോ ഇൻട്രസ്റ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. അതായത് കുട്ടി കളിക്കുന്നില്ല, ഇവിടെ എല്ലാ ചുറ്റുപാടുകളും ഒക്കെ ഒബ്സർവ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനൊരു ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ടേബിളിൽ നിന്നും ഇത് ഏത് ഏജിലാണ്, ഇതിലേതൊക്കെ ഡെവലപ്മെൻ്റ് ആണെന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് രണ്ടാമത്തെ പ്ലേ. അത് ഓൺലുക്കർ പ്ലേ ആണ്. ദ ചൈൽഡ് വാച്ചസ് അതേഴ്സ് പ്ലേയിങ് ബട്ട് ഡസ് നോട്ട് ജോയിൻ ദം, ദേ ആർ ആൻ ഒബ്സർവർ. അതായത് ചൈൽഡ് വാച്ച് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ പ്ലേ, പക്ഷെ അവരുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല, അവരുടെ കളിയിൽ പങ്കുചേരുന്നില്ല. അവരൊരു നിരീക്ഷകരായിട്ട് പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. അടുത്ത സ്റ്റേജാണ് സ്റ്റേജ് 3, സോളിറ്ററി പ്ലേ. ദ ചൈൽഡ് പ്ലേസ് എലോൺ വിത്ത് ടോയ്സ് ഓർ ആക്ടിവിറ്റീസ് ആൻഡ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദെയർ ഓൺ പ്ലേ. അതായത് ചൈൽഡ് ഈസ് പ്ലേ എലോൺ, ഒറ്റയ്ക്ക് കളിക്കും, സ്വന്തം ടോയ്സ് വെച്ചിട്ട്, അതുപോലെ സ്വന്തമായിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. അവരുടെ ഒരു പ്ലേ മെത്തേഡിലൂടെ അവർ കളിക്കുന്നു. അതാണ് സോളിറ്ററി പ്ലേ എന്ന് പറയുന്നത്. അടുത്തതാണ് നാലാമത്തെ പ്ലേ, പാരലൽ പ്ലേ, സമാന്തര കളി എന്ന് പറയാം. ദ ചൈൽഡ് പ്ലേസ് ബിസൈഡ് അതർ ചിൽഡ്രൻ യൂസിങ് സിമിലർ ടോയ്സ് ഓർ ആക്ടിവിറ്റീസ്. അതായത് കുട്ടി കളിക്കുന്നുണ്ട്, തൊട്ടടുത്ത് വേറെ കുട്ടികളും കളിക്കുന്നു. ഇതാണ് പാരലൽ പ്ലേ. പാരലൽ പ്ലേ എന്ന് പറയുന്നത് സമാന്തര കളി എന്നാണ് പറയുന്നത്. ദ ചൈൽഡ് പ്ലേസ് ബിസൈഡ് അതർ ചിൽഡ്രൻ യൂസിങ് സിമിലർ ടോയ്സ് ഓർ ആക്ടിവിറ്റീസ്. അതായത് കുട്ടി മറ്റൊരു കുട്ടിയുടെ അടുത്തിരുന്ന് കളിക്കും, ഏകദേശം അവർ കളിക്കുന്ന അതേപോലത്തെ ടോയ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും, അല്ല അവർ കാണിക്കുന്ന അതേപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. ബട്ട് ദർ ഈസ് നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദം. പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇൻട്രാക്ഷൻസ് ഒന്നും കാണത്തില്ല. ഇതാണ് പാരലൽ പ്ലേ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് 5 ആണ് അസോസിയേറ്റീവ് പ്ലേ. ദ ചൈൽഡ് ബിഗിൻസ് ടു ഇൻട്രാക്ട് വിത്ത് അതേഴ്സ് ഡ്യൂറിങ് ദ പ്ലേ. ദേ ഷെയർ ടോയ്സ് ആൻഡ് ടോക്ക് ബട്ട് ദ പ്ലേ ഈസ് നോട്ട് വെൽ ഓർഗനൈസ്ഡ്. അതായത് ഇവിടെ കുട്ടി ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങും മറ്റുള്ള കുട്ടികളുമായിട്ട് കളിക്കുന്നതിനിടയ്ക്ക്. അതുപോലെ അവർ ടോയ്സ് ഒക്കെ ഷെയർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പക്ഷെ പ്ലേ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് വെൽ ഓർഗനൈസ്ഡ്. ഒരു വലിയ ഓർഗനൈസ്ഡ് ഒന്നുമല്ല, പ്രത്യേകിച്ച് റോളോ അങ്ങനത്തെ കാര്യങ്ങളോ റൂൾസോ ഒന്നുമില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഇൻട്രാക്ഷനിലൂടെ കളിക്കുന്നതിനാണ് അസോസിയേറ്റീവ് പ്ലേ എന്ന് പറയുന്നത്. ആറാമത്തെ പ്ലേ ആണ് കോപ്പറേറ്റീവ് പ്ലേ. കോപ്പറേറ്റീവ് പ്ലേ എന്ന് പറഞ്ഞാൽ ദ ചൈൽഡ് എൻഗേജ് ഇൻ വെൽ ഓർഗനൈസ്ഡ് പ്ലേ വിത്ത് അതേഴ്സ് ടുവേർഡ്സ് എ കോമൺ ഗോൾ. അതായത് അത് കളി എന്ന് പറയുന്നത് ഒരു നല്ല ഓർഗനൈസ്ഡ് ആയിരിക്കും, ഫോർ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു ഗോള് അതിന് കാണും. ദർ ഈസ് ഷെയറിങ്, ഹെൽപ്പിംഗ് ആൻഡ് ടീം വർക്ക്. ഇതിൽ ഷെയറിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹകരണവും സഹായവും അതുപോലെ തന്നെ ഒരു ടീം വർക്കും കാണും. ഇതാണ് കോപ്പറേറ്റീവ് പ്ലേ എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഓരോ പ്ലേയും ഏത് സ്റ്റേജിൽ ഏത് ഏജിലാണ് എന്ന് നിങ്ങൾക്കത് മനസ്സിലാകും. പിന്നെ ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എക്സാമിന്, പ്രത്യേകിച്ച് എക്സാമുകൾക്ക്. ഇത് കേരള PSC ഡിഫറെൻറ്റ് എക്സാം, നേഴ്സിംഗ് എക്സാമിനും DME DHS നേഴ്സിംഗ് ട്യൂട്ടർ, അതുപോലെ തന്നെ എയിംസിൻ്റെ എക്സാമിനും എല്ലാ എക്സാമിനും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഞാൻ ആ ടേബിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്താണ് ഇതിൻ്റെ ടേബിൾ. ദ സ്റ്റേജ് 1 നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തതാണ് അൺഒക്കുപ്പൈഡ് പ്ലേ എന്ന് പറയുന്നത്. ഇത് കാണുന്നത് 0 to 3 monthsലാണ്. ഞാനത് ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു എങ്ങനെയാണെന്ന്. ദ ചൈൽഡ് ഈസ് നോട്ട് ട്രൂലി പ്ലേയിങ്, ദേ മേ മൂവ് ദെയർ ആം ആൻഡ് ലെഗ്സ്, ലുക്ക് അറൗണ്ട് ആൻഡ് ഷോ നോ ഇൻട്രസ്റ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. അതിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റാൻഡം മൂവ്മെൻ്റ് ആണ്. ഒബ്സർവ് ദ സറൗണ്ടിങ്, നോ പർപ്പസ്ഫുൾ പ്ലേ. അതായത് അവർ മൂവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരഭാഗങ്ങൾ, കൈയും കാലും ഒക്കെ അനക്കുന്നു, പിന്നെ സറൗണ്ടിങ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്നു. പ്രത്യേകിച്ച് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേ കാണത്തില്ല. എക്സാമ്പിൾ, എ 2-month-old baby lies on the bed, move arm and legs and look at the ceiling of the fan. അതായത് കുഞ്ഞ് കിടക്കുന്നു, കാലും കൈയൊക്കെ ആട്ടുന്നു, പ്രത്യേകിച്ച് ഫാനൊക്കെ കറങ്ങുന്നുണ്ട്, അതിലൊക്കെ നോക്കുന്നു.
ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സെൻസറി ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുക, മോട്ടോർ ഡെവലപ്മെൻറ്റ് ബിഗിൻ ചെയ്യുക, ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെൻറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡ് സ്റ്റേജാണ് ഓൺലുക്കർ പ്ലേ എന്ന് പറയുന്നത്. അറൗണ്ട് 2 years 2 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഈ തരത്തിലുള്ള ഓൺലുക്കർ പ്ലേ കാണുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തതാണ് എന്താണെന്ന്. ദ ചൈൽഡ് വാച്ചസ് അതേഴ്സ് ചിൽഡ്രൻ പ്ലേയിങ് ബട്ട് ഡസ് നോട്ട് ജോയിൻ, ദേ ആർ ജസ്റ്റ് ആൻ ഒബ്സർവർ. ഓൺലുക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഒബ്സർവർ ആയിരിക്കും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വാച്ചസ് അതേഴ്സ് പ്ലേ, ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ്, മേ ആസ്ക് ക്വസ്റ്റ്യൻ. മറ്റുള്ളവരുടെ പ്ലേ വാച്ച് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ആൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പം ചോദിക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് എ ചൈൽഡ് സ്റ്റാൻഡ് ആൻഡ് വാച്ചസ് അതേഴ്സ് ചിൽഡ്രൻ ബിൽഡിംഗ് വിത്ത് ബ്ലോക്സ് ബട്ട് ഡസ് നോട്ട് ജോയിൻ ദം. അത് എന്തിനാണെന്ന് വെച്ചാൽ അതിന് ഇമ്പോർട്ടൻസ് സോഷ്യൽ ലേണിംഗ് ഡെവലപ്പ് ചെയ്യുക, ഒബ്സർവേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അടുത്ത പ്ലേ ആണ് സോളിറ്ററി പ്ലേ എന്ന് പറയുന്നത്. സോളിറ്ററി പ്ലേ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് പ്ലേ ആണ്. 2 to 3 yearsലാണ് കാണുന്നത്. ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ ചൈൽഡ് പ്ലേസ് അലോൺ വിത്ത് ടോയ്സ് ഓർ ആക്ടിവിറ്റീസ് ആൻഡ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദെയർ ഓൺ പ്ലേ. ഞാനത് ഡിസ്ക്രൈബ് ചെയ്തതാണ് നേരത്തെ. കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പ്ലേ അലോൺ ആണ്, യൂസ് ഓൺ ടോയ്സ് ആണ്, ഇൻഡിപെൻഡൻറ്റ് പ്ലേ ആണ്, ബിൽഡ് സെൽഫ് കോൺഫിഡൻസ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾ എ ചൈൽഡ് പ്ലേ അലോൺ വിത്ത് ടോയ്, കാർ ഓർ ഡസ് എ പസിൽ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി, കോൺസെൻട്രേഷൻ, പ്രോബ്ലം സോൾവിങ് സ്കിൽ ആൻഡ് ഇൻഡിപെൻഡൻസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനാണ് ഇങ്ങനെയുള്ള പ്ലേ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത 4ാമത്തെ പ്ലേ ആണ് പാരലൽ പ്ലേ. ഇത് സാധാരണ കണ്ടുവരുന്നത് 2.5 to 4 yearsലാണ്. 2 or more children play side by side using similar toy or activities but there is no interaction between them. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പ്ലേ സൈഡ് ബൈ അതേഴ്സ്, യൂസ് സിമിലർ ടോയ്സ്, നോ ഇൻട്രാക്ഷൻ, ഈച്ച് ചൈൽഡ് ഇൻ ദെയർ ഓൺ പ്ലേ. എക്സാമ്പിൾ 2 children സിറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ ആൻഡ് ബിൽഡ് ദെയർ ഓൺ ടവേഴ്സ് വിത്ത് ബ്ലോക്ക്. ഇത് എന്തിനാന്ന് വെച്ചാൽ സോഷ്യൽ അവയർനെസ്, ഷെയറിംഗ് ബിഗിൻസ് ചെയ്യാൻ, ഇമിറ്റേഷൻ ഓഫ് അതേഴ്സ്, പ്രിപ്പയർ ഓഫ് കോപ്പറേഷൻ. ഇതിനു വേണ്ടിയാണ് സാധാരണ ഈ പ്ലേ ഹെൽപ്പ് ചെയ്യുന്നത്. then അടുത്ത പ്ലേ ആണ് അസോസിയേറ്റീവ് പ്ലേ. ഇത് സാധാരണ കണ്ടുവരുന്നത് 3 to 4 yearsലാണ്. ചിൽഡ്രൻസ് ബിഗിൻസ് ടു ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ, ദേ ഷെയർ ടോയ്സ് ആൻഡ് ടോക്ക് ബട്ട് ദെയർ ഈസ് നോ കോമൺ ഗോൾ. അതായത് കുഞ്ഞുങ്ങൾ ഇൻട്രാക്ട് ചെയ്യും, അവർ ഷെയർ ടോയ്സ് ആൻഡ് ടോക്ക്, അവരങ്ങോട്ട് സംസാരിക്കും, ടോയ്സ് ഒക്കെ ഷെയർ ചെയ്യും. പക്ഷേ എന്താ സംഭവിക്കുന്നത്, അവർക്കൊരു പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല അവരുടെ പ്ലേക്ക്. അതായത് ഇൻട്രാക്ഷൻ ഒക്വയർ ചെയ്യുന്നുണ്ട്, ഷെയർ ടോയ്സ്, കോൺവെർസേഷൻ, നോ ഓർഗനൈസ്ഡ് പ്ലാൻ ഓർ കോമൺ ഗോൾ. ഇതാണ് കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചിൽഡ്രൻ പ്ലേ വിത്ത് ക്ലേ ടുഗദർ, ഷെയർ ടൂൾസ് ആൻഡ് ടോക്ക് ബട്ട് ഈച്ച് മേക്കിംഗ് ഡിഫറെൻറ്റ് തിങ്സ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് സഹായിക്കും, സോഷ്യൽ ഇൻട്രാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും, ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യും, കോപ്പറേഷൻ ബിഗിൻസ് ചെയ്യും. പിന്നെ അടുത്താണ് ലാസ്റ്റ് പ്ലേ കോപ്പറേറ്റീവ് പ്ലേ എന്നാണ് പറയുന്നത്. 4 to 6 years ആൻഡ് എബോവിലാണ് ഇത് കാണുന്നത്. ചിൽഡ്രൻസ് പ്ലേ ടുഗദർ ടുവേഴ്സ് എ കോമൺ ഗോൾ, ദേ ഓർഗനൈസ് ദ റോൾ, ഫോളോ റൂൾസ് ആൻഡ് വർക്ക് ടുഗദർ. അതിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ഗോൾ, ടീം വർക്ക്, റോൾ പ്ലേ, ഫോളോ റൂൾസ്, ഓർഗനൈസ്ഡ് പ്ലേ ആണ്. എക്സാമ്പിൾ ചിൽഡ്രൻ പ്ലേ ഹൗസ്, സ്കൂൾ ഓർ ഹോസ്പിറ്റൽ ടുഗദർ വിത്ത് റോൾ ആൻഡ് ഷെയർഡ് ഗോൾ. നമുക്കറിയാം അതെന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ചിൽഡ്രൻസ് ഇപ്പോൾ ഒരു അമ്മയും കൊച്ചുമൊക്കെ കളിക്കാറുണ്ട്. നമ്മളും കുഞ്ഞിലെ കളിച്ചിട്ടുള്ളത് അമ്മയും കുഞ്ഞും കളിക്കുന്നു. അതിൽ അമ്മയുണ്ടായിരിക്കും, കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, അതിൽ അമ്മയും അച്ഛനും ഉണ്ടായിരിക്കും, ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ഹോസ്പിറ്റൽ കളിക്കുകയാണെങ്കിൽ അവിടെ ഒരു നേഴ്സ്, ഡോക്ടർ, പേഷ്യൻ്റ് ഇവരൊക്കെ കാണും. ഒരു പ്രത്യേക ഒരു ഗോളും അതൊരു ടീം വർക്കായിട്ട്, അതുപോലെ തന്നെ നല്ലൊരു ക്രമീകരണം ഉണ്ടായിരിക്കും അല്ലേ. ഓരോരുത്തർക്കും ഓരോ റോൾസൊക്കെ കൊടുത്തിട്ട് നമ്മളത് ഡെലിഗേറ്റ് ചെയ്താണ്, റെസ്പോൺസിബിലിറ്റിയൊക്കെ കൊടുത്താണ് കളിക്കുന്നത്. അതാണ് അതിൻ്റെ എക്സാമ്പിൾ. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ടീം വർക്ക് ഡെവലപ്പ് ചെയ്യുക, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കുക, പ്രോബ്ലം സോൾവിങ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ്. എന്തെങ്കിലും പ്രോബ്ലം അതിനിടയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു നെഗോഷിയേഷനൊക്കെ നടത്തി
ഒരു നെഗോഷിയേഷനൊക്കെ നടത്തി എന്താ പറയണ്ടേ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, അതായത് പ്രോബ്ലം സോൾവ് ചെയ്യും. അതുപോലെ അത് നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്ലേ ആണ്. അത് ഡെവലപ്പ് ചെയ്തത് മിൽഡ്രഡ് പാർട്ടൻസ് ആണ്. ഇത് ഇപ്പോൾ PSCയിൽ സാധാരണ ചോദിക്കുന്നത് ഇപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിൽ ഏത് ടൈപ്പ് ഓഫ് പ്ലേ ആണ് കാണുന്നത്, അല്ലെങ്കിൽ ഓൺ ലുക്കർ പ്ലേ ആരിലാണ് കാണുന്നത്. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പ് അറൗണ്ട് 2 years എന്ന് പറയുന്നത് ടോഡ്ലർ ഏജ് ഗ്രൂപ്പ് അല്ലേ. അതുപോലെ അല്ലെങ്കിൽ അത് ഇൻഫൻറ്റിലും വരാം. അപ്പോൾ അങ്ങനെ നമ്മളിത് ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ സോളിറ്ററി പ്ലേ എന്ന് പറയുന്നത് 2 to 3 year, അതും എന്ന് പറയുന്നത് ടോഡ്ലർ ഏജ് ആണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ക്വസ്റ്റ്യനാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എൻ്റെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ദ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് ഹൂ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ സ്റ്റേജസ് ഓഫ് പ്ലേ ഇൻ ചിൽഡ്രൻ. മറ്റാരുമല്ല, മിൽഡ്രഡ് പാർട്ടനാണ്. അക്കോർഡിംഗ് ടു ദ പാർട്ടൻ, വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്ലേ? പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യമില്ല, എന്താണ്, അൺഒക്യുപ്പൈഡ് പ്ലേ ആണ്. അടുത്തത് മൂന്നാമത്തത്, ഇൻ വിച്ച് സ്റ്റേജ് ഡസ് ദ ചൈൽഡ് ഷോ നോ റിയൽ പ്ലേ ആൻഡ് ഓൺലി മൂവ് ആം, ലെഗ്സ് ഓർ ലുക്സ് അറൗണ്ട്? അത് ഏത് പ്ലേയിലാണ്? മൂന്നാമത്തെ എ ആണ്, അൺഒക്യുപ്പൈഡ് പ്ലേ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റേജ് ഇൻ വിച്ച് ചൈൽഡ് വാച്ചസ് അതർ ചിൽഡ്രൻ പ്ലേയിങ് ബട്ട് ഡസ് നോട്ട് ജോയിൻ ദം? അത് ഏത് സ്റ്റേജാണ്, അല്ല അത് ഏത് പ്ലേ ആണ്? നാലാമത്തത് ഓൺ ലുക്കർ പ്ലേ. അടുത്ത അഞ്ചാമത്തെയാണ്, അറ്റ് വാട്ട് ഏജ് ദ ചിൽഡ്രൻ യൂഷ്വലി ഷോ ദ ഓൺ ലുക്കർ പ്ലേ? ഏത് ഏജിലാണ് ചിൽഡ്രൻസ് യൂഷ്വലി ഷോ ദ ഓൺ ലുക്കർ പ്ലേ? അറൗണ്ട് 2 yearsലാണ്. അടുത്തതാണ്, ഇൻ വിച്ച് സ്റ്റേജ് ഡസ് ദ ചൈൽഡ് പ്ലേ അലോൺ വിത്ത് ദ ടോയ്സ് ആൻഡ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദെയർ ഓൺ പ്ലേ? ആറാമത്തത് ബി ആണ്, സോളിറ്ററി പ്ലേ. പിന്നെ ഇത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ സ്റ്റേജ് ഇൻ വിച്ച് 2 or more ചിൽഡ്രൻ പ്ലേ സൈഡ് ബൈ സൈഡ് യൂസിങ് സിമിലർ ടോയ് ബട്ട് വിത്തൗട്ട് ഇൻട്രാക്ഷൻ? അത് ഏത് പ്ലേ ആണ്? 7B, പാരലൽ പ്ലേ. ഡ്യൂറിങ് വിച്ച് സ്റ്റേജ് ഡു ദ ചിൽഡ്രൻ ബിഗിൻസ് ടു ടോക്ക് ആൻഡ് ഷെയർ ടോയ്സ് ബട്ട് ദർ ഈസ് നോ കോമൺ ഗോൾ? അതേതാണ്? 8C, അസോസിയേറ്റീവ് പ്ലേ. അത് ശ്രദ്ധിക്കണം. കോമൺ ഗോൾ ഉള്ളത് കോപ്പറേറ്റീവും, ഗോളൊന്നും ഇല്ലാത്തത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ സെയിം ആയിരിക്കും, പക്ഷേ ജസ്റ്റ് ഒരു പോയിൻ്റ് ആയിരിക്കും വ്യത്യാസമുള്ളത്. അത് ശ്രദ്ധിച്ചോണം. ഗോളെന്ന് പറയുന്നത്, ഗോൾ ഉണ്ടെങ്കിൽ അത് കോപ്പറേറ്റീവും, ഗോൾ ഇല്ലാത്തത് അസോസിയേറ്റീവും. ദ സ്റ്റേജ് ഇൻ വിച്ച് ചിൽഡ്രൻ പ്ലേ ടുഗദർ വിത്ത് എ കോമൺ ഗോൾ ആൻഡ് ഫോളോ ദ റൂൾസ്? അതേതാണ്? കോപ്പറേറ്റീവ് പ്ലേ, 9C. 10ാമത്തേതാണ്, അറ്റ് വാട്ട് ഏജ് ഡസ് ദ കോപ്പറേറ്റീവ് പ്ലേ യൂഷ്വലി ഡെവലപ്പ്? ഏത് ഏജിലാണ് കോപ്പറേറ്റീവ് പ്ലേ ഡെവലപ്പ് ചെയ്യുന്നത്? 10C ആണ്, 4 to 6 years ആൻഡ് എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 11, വിച്ച് സ്റ്റേജ് ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ അവെയർനെസ് ഇൻ ദ ചിൽഡ്രൻ? 11B ആണ്, പാരലൽ പ്ലേ. അടുത്തത്, വിച്ച് സ്റ്റേജ് ഈസ് കൺസിഡർ ആസ് ദ ബിഗിനിങ് ഓഫ് കോപ്പറേഷൻ എമംഗ് ദ ചിൽഡ്രൻ? കോപ്പറേഷൻ ഉണ്ടാകുന്ന ഏത് സ്റ്റേജിലാണ്? അസോസിയേറ്റീവ് പ്ലേയിലാണ് ബിഗിൻ ചെയ്യുന്നത്. പിന്നെ കോപ്പറേറ്റീവ് പ്ലേയിനൊക്കെ ആകുമ്പോൾ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആവും. ആൻഡ് ഇത് ചൂസ് ദ കറക്റ്റ് ഓർഡർ മിൽഡ്രഡ് പാർട്ടൻ സ്റ്റേജസ് ഓഫ് പ്ലേ. 13ാമത്തെ B ആണ്, അൺഒക്യുപ്പൈഡ്, ഓൺ ലുക്കർ, സോളിറ്ററി, പാരലൽ, അസോസിയേറ്റീവ് ആൻഡ് കോപ്പറേറ്റീവ്. 14ാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾ ഓഫ് കോപ്പറേറ്റീവ് പ്ലേ? C ആണ്, ചിൽഡ്രൻ പ്ലേയിങ് ഹൗസ് വിത്ത് ഡിഫറെൻറ്റ് റോൾസ്. കോപ്പറേറ്റീവ് പ്ലേയിൽ നമ്മൾ പറഞ്ഞു, പ്രത്യേകിച്ച് അതൊരു ഓർഗനൈസ്ഡ് ആയിരിക്കും, അവർക്ക് റൂൾസ് ഉണ്ടായിരിക്കും, അതുപോലെ റോൾസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതൊരു കോമൺ ഗോളും കാണും. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സ്റ്റേജ് മെയിൻലി ഡെവലപ്പ് ലാംഗ്വേജ് സ്കിൽ ഇൻ ചിൽഡ്രൻ? അസോസിയേറ്റീവ് പ്ലേയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് ലാംഗ്വേജ് സ്കില്ല്. പിന്നെ അത് ഫർദർ പ്രോഗ്രസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് പ്ലേയിലാണ്. I think this class will help. Then ഞാനൊരു കുറച്ച് ഇതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ സോളിറ്ററി പ്ലേ എന്ന് പറയുന്നത് സാധാരണ കാണുന്നത് ഇൻഫൻസിയിലും എയർലി ടോഡ്ലറിലുമാണ്. അതുപോലെ ഓൺ ലുക്കർ പ്ലേ എന്ന് പറയുന്നത് ടോഡ്ലറിലാണ് സാധാരണ കാണുന്നത്. പിന്നെ പാരലൽ പ്ലേ എന്ന് പറയുന്നതും ടോഡ്ലർസിലാണ് സാധാരണയായിട്ട് കാണുന്നത്. ഈ ടോഡ്ലർ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, അതുകൊണ്ടാണ്.
അതുപോലെ തന്നെ അസോസിയേറ്റീവ് പ്ലേ സാധാരണയായിട്ട് കാണുന്നത് പ്രീ സ്കൂൾ ഏജിലാണ്. കോപ്പറേറ്റീവ് പ്ലേ എന്ന് പറയുന്നത് പ്രീ സ്കൂളിലും സ്കൂൾ ഏജിലുമാണ്. ഇപ്പോൾ ഈ ഏജ് ഗ്രൂപ്പ് ഞാൻ ഏജല്ലേ സ്പെസിഫൈ ചെയ്തത്, അപ്പോൾ അത് ഏത് ഗ്രൂപ്പിലാണെന്നുള്ളതും വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഫോളോ. താങ്ക് യു.